വിദ്യാലയങ്ങൾ തുറക്കാൻ ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ചെർപ്പളശ്ശേരിയിൽ സ്കൂൾ ബസാറുകൾ തകിടം മറിച്ചുള്ള കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ചെർപ്പളശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൻ്റെ സ്കൂൾ ബസാറിനടുത്താണ്. നോക്കൂ, നമുക്കറിയാം എത്രയോ ആളുകളാണ് ഇവിടെ വന്ന് ബുക്കുകളും നോട്ട്ബുക്കുകളും അതേപോലെ തന്നെ ബാഗുകൾ, പഠനോപകരണങ്ങൾ എല്ലാം മേടിച്ചുകൊണ്ട് പോകുന്നത്. നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ ചോദിച്ചറിയണം. നമ്മുടെ ബാങ്ക് പ്രസിഡന്റ് ഷാജി പാറക്കൽ നമുക്കൊപ്പം ചേരുകയാണ്. ഹലോ, നല്ല തിരക്കാണ്. നല്ല തിരക്കാണ്, സന്തോഷമാണ് ഈ തിരക്ക് കാണുമ്പോൾ. അല്ല, നമ്മളെന്തായാലും ഞാൻ ഇതിൻ്റെ ഉദ്ഘാടന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെർപ്പളശ്ശേരിയിലും പരിസരമുള്ള ജനങ്ങൾക്കും ഏറ്റവും വിലക്കുറവിൽ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ബാങ്ക് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇത് ആളുകൾ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യം. കാരണം നമുക്കറിയാം, ചെർപ്പളശ്ശേരിയിൽ ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള നോട്ട് ബുക്ക്, നമ്മൾ ബ്രാൻഡഡ് നോട്ട് ബുക്കുകളൊക്കെ ഇത്തരത്തിലുള്ള വിലക്കുറവിൽ നമുക്ക് നൽകാൻ കഴിഞ്ഞതും ആളുകൾ ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രൂപത്തിലുള്ള കച്ചവടം നടന്നു വരുന്നുണ്ട്. എന്തായാലും ഒരുവിധ സാധനങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പോൾ സാധനങ്ങൾ കഴിയും എന്നാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും വലിയ സന്തോഷമാണ്. കാരണം നമ്മൾ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ എന്തായാലും ഒരുവിധം വിൽപ്പന കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ആളുകൾ, ചെർപ്പളശ്ശേരിയിലെ ജനങ്ങൾ അത് ഉപയോഗപ്പെടുത്തി എന്നുള്ളത് വലിയ സന്തോഷമുണ്ട്. കാരണം അത്രയധികം വിലക്കുറവിലാണ് നമ്മൾ ഈ സ്കൂൾ സീസൺ ആളുകൾക്ക്, രക്ഷിതാക്കൾക്കൊന്നും വലിയ സാമ്പത്തിക ബാധ്യത ഇല്ലാത്ത രൂപത്തിൽ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതെന്തായാലും വലിയ വിജയമായി എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഞാനിവിടെ നോക്കുമ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതിന് മുന്നിലൂടെ പോകുന്നത് ഈ കടയിൽ ഇവിടെ മാത്രം നല്ല തിരക്കാണ്. എത്ര വില കുറവിലാണോ കൊടുക്കുന്നത്? അതിപ്പോൾ നമുക്ക് ചെർപ്പളശ്ശേരി തന്നെ ഇപ്പോൾ പല കടകളിലും പോയിട്ട് ഇതിൻ്റെ വില, നോട്ട് ബുക്കിൻ്റെ ഒക്കെ വില അന്വേഷിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവാൻ വേണ്ടി കഴിയും. അത് അപ്പോൾ അത്തരത്തിൽ 152 പേജ് 172 പേജുകളൊക്കെ നമ്മൾ ഏകദേശം 28-30 രൂപയ്ക്കാണ് നമ്മൾ നോട്ട് ബുക്ക് ഉണ്ടായത്. അപ്പോൾ ഒരുവിധം അതിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഏകദേശം 30-35 രൂപയുടെയൊക്കെ നോട്ട് ബുക്കാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഒരുവിധം നമ്മൾ പരമാവധി സ്റ്റോക്കൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് അവിടെയും സ്റ്റോക്ക് ഇല്ലാത്ത ഒരവസ്ഥ. കാരണം ഈ യുദ്ധത്തിൻ്റെ കാരണത്തിൽ ഇപ്പം നോട്ട് ബുക്കിന് വളരെ ടൈറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ പുതിയ സ്റ്റോക്ക് നമ്മൾ എടുക്കാൻ പോയി നോക്കുമ്പോൾ 4 രൂപയ്ക്കാണ് ഒരു നോട്ട് ബുക്കിൻ്റെ മുകളിൽ വ്യത്യാസം വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ആദ്യം തന്നെ നമ്മൾ മുൻകൂട്ടി ഇത്തരത്തിലുള്ള സ്റ്റോക്ക് സജ്ജീകരിച്ചത് കാരണം നമുക്ക് എന്ത് ചെയ്യാം, ആ വിലക്കുറവിലടക്കം നമുക്ക് നൽകാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. നമ്മളിങ്ങനെ നോക്കുമ്പോഴേ ഒരു ബാങ്ക് ജനങ്ങൾക്ക് എത്രത്തോളം കൂടെ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് ചെർപ്പളശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് എന്ന് പറയുന്നത്. പക്ഷെ അതിന് കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. സർവീസ് സഹകരണ ബാങ്കിൻ്റെ ബാങ്ക് പ്രസിഡന്റുമാരുടെ അവസ്ഥ എന്ന് പറയുന്നത് അവരെല്ലാ ബിസിനസ്സും പഠിക്കുന്നതാണ്. സത്യമായിട്ടും. കാരണം നമ്മളെന്താ അറിയോ, ബാങ്കിങ് മാത്രമല്ല, നമ്മൾ ആയി കഴിഞ്ഞാൽ പടക്ക കച്ചവടം, ഓണായി കഴിഞ്ഞാൽ മറ്റേ പച്ചക്കറി, സ്കൂൾ തുറക്കാനായി കഴിഞ്ഞാൽ സ്കൂൾ ബസാർ. അതെ, സത്യത്തിൽ ഇപ്പൊ എന്താ വെച്ചെങ്കിൽ ക്രിസ്മസിനൊന്നും ഇല്ലാത്ത, ക്രിസ്മസിന് നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ആലോചിക്കാം. നമുക്ക് എന്തായാലും ചെർപ്പളശ്ശേരിയിൽ സർവീസ് സഹകരണ ബാങ്കിന്റെ മുൻകാലങ്ങളിലൊക്കെ ചരിത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ കാലങ്ങളായിട്ട് സ്കൂൾ ചന്തയാണെങ്കിലും സ്കൂൾ ബസാറാണെങ്കിലും അതേപോലെ ഓണം, വിഷു വരുന്ന സമയത്തൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള കച്ചവടം എന്നുള്ള രൂപത്തിലല്ല, പ്രദേശത്തെ ജനങ്ങൾക്ക് വിലക്കുറവിൽ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ബാങ്കിൻ്റെ ഒരു പരിശ്രമമാണ്. അത് എല്ലാ കാലത്തും ഇവിടുത്തുള്ള ജനങ്ങൾ അത് ഏറ്റെടുക്കാറുണ്ട്. ആ ഒരു ആത്മവിശ്വാസത്തിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള സ്റ്റാളുകളൊക്കെ, ഇപ്പോൾ വിഷു ആണെങ്കിലും ഈ പറഞ്ഞ ഓണത്തിൻ്റെ ഒക്കെ സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള ചന്തകൾ തുടങ്ങുന്നത്. ഇത് ജനങ്ങൾ ഏറ്റെടുക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ചന്തകൾ ഇവിടെ ആരംഭിക്കുന്നത്. അത് വലിയ രൂപത്തിൽ ആളുകൾ ഏറ്റെടുക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇവിടെ വന്ന് നോക്കും മറ്റൊരു കൗതുക കാഴ്ച എന്താ കണ്ടതെന്ന് അറിയോ? ഇവിടെ സ്റ്റാഫുകളില്ല, എല്ലാവരും നേരിട്ട് ചൂസ് ചെയ്തിട്ട് എടുത്തുകൊണ്ട് പോകാം. അത് പർച്ചേസിങ് അതിൻ്റെ ഉള്ളിൽ സത്യം നമ്മൾ കൗണ്ടർ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇനിയും ഇതിൽ ചില മാറ്റങ്ങൾ, കാരണം ആളുകൾക്ക് നോക്കി പർച്ചേസ് ചെയ്ത് അവർക്ക് വേണ്ട, കുട്ടികൾക്കാണെങ്കിലും വലിയ ആളുകൾക്കാണെങ്കിലും അത് നോക്കി അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നോക്കി പർച്ചേസ് ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടി എന്തായാലും ചുരുങ്ങിയ സ്ഥലത്ത് നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ഏതായാലും നേരത്തെ ഷാജിക്ക പറഞ്ഞതുപോലെ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം കഴിഞ്ഞു, വീണ്ടും കൊണ്ടുവന്നു, അതും കഴിയാറായി. അങ്ങനെ ഒരു നല്ല രീതിയിലുള്ള ഒരു സ്കൂൾ അധ്യയന വർഷത്തേക്കുള്ള തുടക്കം കാലഘട്ടം തന്നെയായിരുന്നു ഈ പ്രാവശ്യത്തെ. തീർച്ചയായിട്ടും ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ചെർപ്പളശ്ശേരിയിലുള്ള ജനങ്ങൾക്ക് വിലക്കുറവിൽ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം ഭരണസമിതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ട് അത് 100% വിജയിച്ചു എന്നുള്ളതിനെ നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. തുടർന്നും ഇത്തരത്തിൽ സ്കൂൾ ബസാറുകൾ മികച്ച വിലക്കുറവിൽ നൽകുന്നതിനുള്ള വലിയ പരിശ്രമം ബാങ്കിൻ്റെ ഭാഗത്ത് ഇനിയും ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പാണ് ജനങ്ങൾക്ക് നൽകാനുള്ളത്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാനൊന്ന് ഉള്ളിൽ കൊണ്ടൊന്ന് കയറിയിട്ട് നോക്കിയിട്ട് വരാം. ഇതൊക്കെ വെറൈറ്റി വാട്ടർ ബോട്ടിലാണ് അല്ലേ? കണ്ടു കഴിഞ്ഞാൽ കുപ്പിയാണ് തോന്നുന്നു, പക്ഷേ അത് പ്ലാസ്റ്റിക് ആണ്.
ഇതൊക്കെ വില കുറവ് തന്നെയാണ് അല്ലേ? ഇതൊക്കെ വില കുറവിലാണ്. ഇതൊക്കെ നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും? ഇത് 220. അതിൽ ഫ്ലാസ്ക് ഉണ്ട്, സാധാ ഫ്ലാസ്ക് മോഡൽ ഉണ്ട്, പിന്നെ നമ്മള് സാധാ വാട്ടർ ബോട്ടിൽ, അതങ്ങനെ കുറെ ഈ കൊച്ചു കുട്ടികൾക്ക് ഈ പ്ലാസ്റ്റിക് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളത്, അപ്പൊ അതിനനുസരിച്ചുള്ള ഫ്ലാസ്ക്, അതിനുള്ള ഫ്ലാസ്ക് ടൈപ്പുള്ള അലുമിനിയത്തിന്റെ സ്റ്റീലിന്റെ ഈ തരത്തിലുള്ള ഫ്ലാസ്കുകളാണ് നമ്മൾ കൂടുതൽ സജ്ജീകരിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ക്വാളിറ്റി പ്രഷറെ ഇതില് നമ്മള് കുറെ വ്യത്യസ്തമായിട്ടൊരു സാധനം ഉണ്ട് കേട്ടോ. ഇതിൽ എത്ര മണിക്ക് വെള്ളം ഇടവിട്ട് വെള്ളം കുടിക്കണം എന്നുള്ള ടൈം വരെ എഴുതി വെച്ചിരുന്ന വാട്ടർ ബോട്ടിലുകളാണ്. അതേപോലെ തന്നെ കുടകളുണ്ട്, ബാഗുകളുണ്ട്. എല്ലാവർക്കും ഏത് ചെറിയ കൊച്ചു കുട്ടി മുതൽ അവർക്ക് വേണ്ട എല്ലാ വലിയ മുതിർന്ന ആളുകൾക്ക് വരെയുള്ള എല്ലാ നോട്ട് പുസ്തകങ്ങളും ബാഗുകളും എല്ലാം ഒറ്റ കുടക്കീഴിലാണ്. കുടക്കീഴിൽ നമ്മൾ ചെറിയ കുട്ടികൾ മുതൽ കോളേജ് നോട്ട് വരെ ഇപ്പൊ നമ്മളിതൊക്കെ ഇവിടെയൊക്കെ ഉണ്ട്. യെസ്, അവൻ നല്ല തിരക്കാണ്. ഈ ആളുകളൊക്കെ ഇന്ന ആളുകൾ കൃത്യമായിട്ട് എല്ലാ സാധനങ്ങളും കിട്ടുന്നില്ല. 100% കിട്ടുന്നില്ലേ? എല്ലാ സാധനങ്ങളുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ കണ്ടൊരു കൗതുക കാഴ്ച എന്താണെന്നറിയോ? ഞാൻ അവിടെ വന്നിട്ട് പറയാം. യെസ്, അപ്പോൾ ഇവിടെ നോട്ട് പുസ്തകങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ റെഡിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ബാഗ് തുടങ്ങി ഒരു വീട്ടിലേക്ക് 2-3 കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് സുഖകരമായിട്ട് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞങ്ങൾ കുറേ മുന്നേ കണ്ടതാണ് മൈക്കയുടെ മുന്നിൽ. യെസ്, അപ്പോൾ എന്തായാലും നല്ല തിരക്കാണെന്ന് അറിയാം. ആ തിരക്കിൻ്റെ ഇടയിൽ 2 മിനിറ്റ് ഞാനിങ്ങനെ എടുക്കുകയാണ്. ഞാൻ നേരത്തെ ചോദിച്ചതേ, ഇവിടെ വന്നപ്പോൾ ഒരു പ്രത്യേക കൗതുകം എന്ന് പറഞ്ഞതേ, ഓരോരുത്തരും ഇവിടെ വന്ന് സ്വയം പർച്ചേസ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് കാണുന്നത്. എന്താണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്? ആളുകൾക്ക് ഒരു ഫ്രീ ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഫ്രീ എന്ന് പറഞ്ഞാൽ സാധനങ്ങളല്ല, ആളുകൾക്ക് നമ്മൾ അവരെ കൃത്യമായിട്ട് ഓരോ ബാങ്കുകൾ കൃത്യമായിട്ട് ഓരോ സാധനങ്ങൾ കൃത്യമായി വെച്ചിട്ടുണ്ട്. അത് അവർക്ക് വേണ്ട രീതിയിൽ പർച്ചേസ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവരെ ഫ്രീ ആയിട്ട് നമ്മൾ വിടുക. അപ്പോൾ അവർക്ക് അവരുടേതായ എൻജോയ്മെന്റ് ഒക്കെ ചെയ്തിട്ട് കൃത്യമായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പർച്ചേസ് ചെയ്യാൻ പറ്റും. അത് കൃത്യമായി ഉല്ലസിച്ച് അടിപൊളിയായിട്ട് മനസ്സിന് സന്തോഷത്തോടെ അടിപൊളിയായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. ക്യാപ്ഷൻ ഇങ്ങോട്ട് പൈസ തരണം കേട്ടോ. അടിപൊളിയായി പർച്ചേസ് ചെയ്യാൻ പറ്റും. അതന്നെയാണ് ആ രീതിയിലുള്ളത്. പിന്നെ വിലക്കുറവ് ഏറ്റവും കൂടുതൽ നമ്മൾ ഏറ്റവും വില കുറഞ്ഞ വിലക്കാണ് നമ്മളോട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ചെർപ്പളശ്ശേരി അങ്ങാടിയിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തിരക്കുള്ള സ്കൂൾ ബസാർ ഇവിടെയാണ്. ചെർപ്പളശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ ഏത് ചന്തയാണെങ്കിലും ജനങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി വളരെ അവരുടെ കയ്യിലെ പൈസ കുറച്ച് മിച്ചം പിടിക്കുന്ന തരത്തിലാണ് എല്ലാ ചന്തയും നടത്തി വരാറുള്ളത്. അതുപോലെ തന്നെ ഇതും വലിയ രൂപത്തിലാണ് ജനങ്ങളെ ഏറ്റെടുക്കുന്നത്. ആ സന്തോഷത്തോടു കൂടി തന്നെ ഞങ്ങൾ സ്വീകരിച്ച് അതേമാതിരി പറഞ്ഞയക്കണമുണ്ട്. ഞാൻ പ്രസിഡന്റിനോട് ഞാനൊരു കൗതുകകരമായിട്ടൊരു കാര്യം ചോദിച്ചു. പ്രസിഡന്റ് ഇവിടെ ഉണ്ട്, പ്രസിഡന്റ് ഒന്ന് കയറി വരും. ഞാൻ വളരെ കൗതുകകരമായിട്ടൊരു കാര്യം ചോദിച്ചത്, അപ്പോൾ നിങ്ങളും അതിന് ഉത്തരം തരണം. അതായത് ഈ ബാങ്ക് ജനങ്ങൾക്കൊപ്പമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്ത് വിശേഷം ഉണ്ടെങ്കിലും ബാങ്ക് സജീവമായിട്ട് അവിടെ ഉണ്ടാവും. വിഷു ആണെങ്കിൽ പടക്കച്ചന്ത, ഓണമാണെങ്കിൽ പച്ചക്കറി, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സ്കൂൾ തുറക്കാനായി കഴിഞ്ഞാൽ സ്കൂൾ ബസാറ്. അപ്പോൾ ഈ ഒരു ബാങ്ക് പ്രസിഡന്റ് ഉപരി ഒരു ബിസിനസ്സുകാരൻ കൂടെ ആയി മാറുകയാണ് ഇവിടെ. അതല്ല, അതിനപ്പുറത്തേക്ക് ഒരു കച്ചവടത്തിനപ്പുറത്തേക്ക് ജനങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ ഇടപെടുക എന്നതാണ് ഓരോ കാലത്തും സ്വീകരിച്ചു വരുന്നത്. അവർക്ക് ഏറ്റവും വിലക്കുറവിൽ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക, വിപണിയെ പിടിച്ചു നിർത്തുക. അതൊക്കെയാണ് ഈ സർവീസ് ബാങ്കിന്റെ ഭരണസമിതി ഈ കാര്യങ്ങൾ തീരുമാനിക്കണോട് ഇത്തരത്തിലുള്ള കച്ചവടത്തിൽ ഇടപെടുന്നതിന്റെ. അല്ലാതെ വലിയൊരു ലാഭം പ്രതീക്ഷിച്ചൊരു ബിസിനസ് മൈൻഡോട് കൂടിയിട്ടല്ല, ജനകീയ സേവനം തന്നെയാണ് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട്. പ്രേക്ഷകരെ പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഇതിന്റെ തുടക്കത്തിൽ, ഇതിൽ സ്കൂൾ ബസാറിന്റെ തുടക്കത്തിൽ പ്രസിഡന്റ് ഷാജി പറക്കൽ നമ്മളോടൊരു വാക്ക് പറഞ്ഞിരുന്നു. ഏതെങ്കിലും കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങിക്കാൻ കഴിവില്ലാത്തവരോ ഏതെങ്കിലും തരത്തിൽ അല്ലെ അങ്ങനെ തന്നെ അല്ലേ കഴിവില്ലാത്തവരുണ്ടെങ്കിൽ ഞങ്ങളെ നേരിട്ട് അറിയിക്കണം, ഞങ്ങളത് പരിശോധിച്ച ശേഷം അവർക്കത് കൈമാറും. അങ്ങനെ ആരെങ്കിലുമൊക്കെ വന്നിരുന്നോ? കൊടുത്താതെ നമ്മളിപ്പോ പേരൊന്നും പറയണ്ട. നമ്മളിപ്പോ അയച്ചെങ്കിൽ ഇപ്പൊ നമ്മളൊരു 10-300 നോട്ട് ബുക്ക് ഇപ്പൊ കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളൊരു 10-100 നോട്ട് ബുക്ക് ഇപ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പല ആളുകൾക്കും കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു 10-100 ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റിട്ടുണ്ട്. അംഗൻവാടികളാണെങ്കിലും അപ്പോൾ അതിലൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികൾക്ക് ഇപ്പോൾ നിലവിൽ നമ്മളൊരു 300 ബുക്ക് കൊടുത്തു കഴിഞ്ഞു. ഇനി ഒരു 10-100 ബുക്കുകളുണ്ട്. അതേപോലെ കുട്ടികൾക്ക് ആവശ്യമായ ക്രയോണുകൾ ചില ആളുകളൊക്കെ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് കൊടുക്കാമെന്ന് നമ്മൾ സമ്മതിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള വരും ദിവസങ്ങൾ അത് കൊടുക്കും ചെയ്യും. ചെർപ്പളശ്ശേരി ബാങ്കിന്റെ ഒരു ഏരിയയിലേക്ക് ഒരു കുട്ടികളും പഠനോപകരണങ്ങളില്ലാത്ത വിദ്യാലയങ്ങളിലേക്ക് പോകരുത് എന്നുള്ള നല്ല ആശയമാണ് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും തിരക്കുണ്ട്, നല്ല തിരക്കാണ്. അപ്പോൾ ഞാൻ ഇവരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇവിടെയൊക്കെ ഭയങ്കരമായിട്ടുള്ള തിരക്കാണ്. എല്ലാവരും എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്യുന്ന ഒരു തിരക്ക് കൂടിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ബില്ലിംഗ് സെഷൻ തിരക്കാണ്, ഇവിടെ പർച്ചേസ് ചെയ്ത് കൊണ്ടുവരുന്ന തിരക്കാണ്. എല്ലാവരും എല്ലാ സാധനങ്ങളും കിട്ടിയ ചേട്ടാ? വില കൂടുതലാണോ കുറവാണോ? അല്ല, അത് ബില്ലാക്കിയിട്ട് പറയാം. കണ്ടിട്ട് എന്താ തോന്നിയത്? മേടിച്ചോ? എല്ലാം മേടിച്ചോ? എന്തൊക്കെയാ മേടിച്ചേ? എന്ത് മേടിച്ചു പറയാം. ഇവിടെ എന്ത് മേടിച്ചു? ബുക്ക്, കൊട. എത്രയാണ് പഠിക്കുന്നത്?
ഏഴില്. ഓർമ്മയില്ലേ? ഹലോ, കൈ തരില്ല. എത്രയാ പഠിക്കുന്നത്? 9-ലോ? LKG-യിലാണോ? യെസ്, അടിപൊളി. അപ്പോൾ എന്തായാലും കുട്ടികളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവർക്കും ഇവിടുന്ന് കിട്ടുന്നു എന്നുള്ളത്. അതിനുപരി ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് കുട്ടികളായാലും മുതിർന്നവരായാലും എല്ലാവരും പോകുന്നത്. അവിടെ നല്ല തിരക്കാണ്. അപ്പോൾ കച്ചവടം പൊളിക്കും, തകർക്കും. യെസ്. അപ്പോൾ എന്തായാലും എല്ലാവരും നല്ല തിരക്കിലാണ്, കുട്ടികളായാലും എല്ലാവരും ഹാപ്പിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്ക് പെട്ടെന്ന് ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു ബിസിനസ്? അടിപൊളിയല്ലേ? ബിസിനസ് നന്നായി പോകുന്നുണ്ട്. വലിയ രക്ഷിതാക്കൾക്ക് വലിയൊരു സഹായമായിട്ടാണ് നമ്മുടെ ബാങ്കിന്റെ ബുക്ക് ബസാർ പ്രവർത്തിക്കുന്നത്. നേരത്തെ ഒരു കസ്റ്റമറോട് ചോദിച്ചപ്പോഴേ വില കൂടുതലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതറിയില്ല, ബില്ലാക്കുമ്പോഴേ അറിയുള്ളൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഉണ്ടോ? സംഭവിക്കും? ഇല്ല, തീർച്ചയായിട്ടും ജനങ്ങൾക്ക് കൂടി സഹായകരമാകുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ ബുക്ക് ബസാറിൽ ഉൽപ്പന്നങ്ങൾ നൽകുന്നത്. ശരി, അപ്പോൾ എന്തായാലും നമ്മൾ തകർക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ അധ്യയന വർഷം ചെർപ്പളശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് അങ്ങ് തൂക്കിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്തായാലും കുട്ടികളുടെ മനസ്സ് നിറഞ്ഞു, അതേപോലെ രക്ഷിതാക്കളുടെ മനസ്സ് നിറഞ്ഞു, എല്ലാവരുടെയും മനസ്സ് സന്തോഷത്തോട് കൂടിയിട്ടാണ് ചെർപ്പളശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ സ്കൂൾ ബസാറിൽ നിന്ന് ഓരോരുത്തരും പോകുന്നത്. ക്യാമറ പേഴ്സൺ പാദിഷ നല്ലായിക്കൊപ്പം നിഖിൽ ദേവരാജ് വണ്ടി. ചെർപ്പളശ്ശേരി CCST കോളേജിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു. NAC അംഗീകാരമുള്ള CCST കോളേജിലേക്ക് കാലാനുസൃതമായ കോഴ്സുകളിലേക്കും അഡ്മിഷൻ തുടരുന്നു. 2 PG കോഴ്സുകളും 10 UG കോഴ്സുകൾക്കുമൊപ്പം ഈ വർഷം ആരംഭിക്കുന്ന പുതിയ കോഴ്സുകളായ BSc AI, BBA വിത്ത് ലോജിസ്റ്റിക്സ് തുടങ്ങിയ കോഴ്സുകളിലേക്കും അഡ്മിഷൻ തുടരുന്നു. CCST ക്യാമ്പസ് നൽകുന്ന പ്രധാന സവിശേഷതകൾ: അത്യാധുനിക ICT എനേബിൾഡ് ക്ലാസ് റൂംസ്, വിനോദങ്ങൾക്കായി പ്രത്യേക കേന്ദ്രം, വിപുലമായ ലാബ് സൗകര്യങ്ങൾ, ഉന്നത പഠന നിലവാരം, യൂണിവേഴ്സിറ്റി റാങ്കുകൾ, പ്രകൃതി രമണീയവും ഹരിതാഭവുമായ ക്യാമ്പസ്, മികച്ച പ്ലേസ്മെന്റ് സഹായവും തൊഴിൽ നൈപുണ്യ വികസന പരിപാടികളും, ആഡ് ഓൺ കോഴ്സസ് AI, ML, ASAP, ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ, ടാലി, CMA തുടങ്ങിയ സർട്ടിഫൈഡ് കോഴ്സുകൾ. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനുമായി ഇന്നു തന്നെ ബന്ധപ്പെടൂ. ചെറുപ്പളശ്ശേരി കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, കാറൽമണ്ണ, ചെറുപ്പളശ്ശേരി, പാലക്കാട്.